നമസ്കാരം, എഡിറ്റേഴ്സ് വാറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. തോട്ടം മേഖലയിലെ യൂണിയനുകളുടെ സംയുക്ത പണിമുടക്ക് മൂന്നാറിൽ ഭാഗികം. പെമ്പിളെ ഒരുമേ വിട്ടുനിന്നു. പണിക്കെത്തിയവരെ നിർബന്ധിച്ച് തിരിച്ചയച്ചു എന്ന് പരാതി. മറ്റു ജില്ലകളിൽ സമരം പൂർണ്ണം. 77 മുമ്പ് പട്ടയം കിട്ടിയ വനഭൂമിയിലും ഖനനം അനുവദിക്കില്ലെന്ന് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ. 2012 ശേഷമുള്ള എല്ലാ ക്വാറികൾക്കും പരിസ്ഥിതി പഠനം നിർബന്ധം. കാസർഗോഡ് വിജയ ബാങ്കിൽ വൻ കൊള്ള. 4 കോടിയുടെ സ്വർണവും പണവും കവർന്നു. കവർച്ചക്കാരെ കുറിച്ച് സൂചന കിട്ടിയെന്ന് പോലീസ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ സംശയം. അമേരിക്കൻ സന്ദർശന വേളയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം വിവാദത്തിൽ. 16 മാസം അഴിമതി ആരോപണം നേരിടാതെ ഭരിച്ചുവെന്ന് മോദി. ഗാന്ധി കുടുംബത്തിന് പരോക്ഷ വിമർശനം. വിദേശ മണ്ണിൽ മോദി ഇന്ത്യയെ അപമാനിച്ചുവെന്ന് കോൺഗ്രസ്. മോദി ഒബാമ കൂടിക്കാഴ്ച ഇന്ന്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൂരദർശിനി വിക്ഷേപണം വിജയം. ഹബിൾ ടെലിസ്കോപ്പ് വിദ്യ സ്വായത്തമാക്കുന്ന ആദ്യ വികസ്വര രാഷ്ട്രമായി ഇന്ത്യ. ലോകത്തിന് ദൃശ്യവിസ്മയമായി സൂപ്പർ മൂൺ പ്രതിഭാസം. മിന ദുരന്തത്തിൽ 3 മലയാളികൾ കൂടി മരിച്ചുവെന്ന് സ്ഥിരീകരണം. മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 45ആയി. കുവൈറ്റിൽ 2 മലയാളികൾ വിഷമദ്യം കുടിച്ചു മരിച്ചു. വിശദമായി. ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് മൂന്നാറിൽ ഭാഗികം. ജോലിക്കിറങ്ങിയ തൊഴിലാളികളെ നിർബന്ധിച്ച് തിരിച്ചയച്ച് പണിമുടക്ക് വിജയിപ്പിക്കാൻ പലയിടങ്ങളിലും ശ്രമമുണ്ടായി. സംയുക്ത ട്രേഡ് യൂണിയൻ മൂന്നാറിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു. എന്നാൽ നെല്ലിയാമ്പതിയിലും വയനാട്ടിലും പത്തനംതിട്ടയിലും തോട്ടം മേഖലയിലെ ട്രേഡ് യൂണിയൻ പണിമുടക്ക് പൂർണ്ണമാണ്. പണിമുടക്കിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന പൊമ്പിള ഒരുമയുടെ ആഹ്വാനപ്രകാരം ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇന്ന് ജോലിക്കിറങ്ങിയത്. എന്നാൽ പലയിടത്തും ഇവരെ നിർബന്ധിച്ച് തിരിച്ചയക്കാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ രംഗത്തെത്തി. இப்போ காட்டுக்கு வந்த இடத்துல இந்த யூனியன்காரங்க இந்த பார்ட்டிக்காரங்களும் தலைவருமாறு அதாவது லோக்கல் கமிட்டியை எங்களை வேலை செய்ய விடாமல் கூப்பிட்டு போகிறாங்க. അപ്പോൾ இதுக்கு நாங்கள் என்ன பதில் சொல்ல? എന്നാൽ 99% തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തുവെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ വാദം. ശക്തി തെളിയിക്കാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി മൂന്നാറിൽ ട്രേഡ് യൂണിയനുകൾ നടത്തിയ പ്രകടനത്തിലും പൊതുയോഗത്തിലും 500ഓളം പേർ മാത്രമാണ് പങ്കെടുത്തത്. സ്ത്രീ തൊഴിലാളികളുടെ പ്രാതിനിധ്യം നന്നേ കുറഞ്ഞു. മൂന്നാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ യൂണിയനുകൾ തിരുത്തലിന് തയ്യാറാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത കെ ജയചന്ദ്രൻ MLA തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകി. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തെറ്റൊന്നും പറ്റിയെന്ന് ഞാൻ പറയില്ല. തെറ്റുപറ്റിയാൽ അവരെ മാറ്റിക്കൊള്ളണം. അതിന് ട്രേഡ് യൂണിയൻ മുഴുവനും അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിലെ എത്രയോ തെറ്റായ പ്രചരണമാണ് സംഘടിപ്പിക്കുന്നത്. ആ നിലയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് തെറ്റാണ്. ആ രൂപത്തിൽ നിങ്ങൾ ചെയ്തുകൂടാ. ട്രേഡ് യൂണിയനുകളെ കൈവിടരുതെന്ന അഭ്യർത്ഥനയാണ് യോഗത്തിൽ ഉടനീളം നേതാക്കൾ മുന്നോട്ട് വെച്ചത്. മൂന്നാറിലെ വൻ വീഴ്ചയിൽ നിന്ന് കരകയറാൻ തൊഴിലാളി യൂണിയനുകൾ ഇനിയും ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. എന്നാൽ യൂണിയനുകളെ തൊഴിലാളികൾ വിശ്വാസത്തിലെടുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഗോമതി സമര നേതാവ്, ഒപ്പം തന്നെ ജോസഫ് സി മാത്യു, ആർ ചന്ദ്രശേഖർ, CA കുര്യൻ, ആനത്തലവട്ടമാനന്ദൻ എന്നിവരെയും വ്യത്യസ്ത സ്റ്റുഡിയോകളിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി ഗോമതി, ഇന്നത്തെ തൊഴിലാളി സമരം പൂർണ്ണ വിജയമായിരുന്നു എന്നല്ലേ പറയേണ്ടത്? ഏതാണ്ട് 97% തൊഴിലാളികൾ ഇന്ന് കൊളുന്തുന്നുള്ളാൻ ഇറങ്ങി. മൊബൈൽ ഫോൺ പറഞ്ഞോളൂ. മൊബൈൽ ഫോൺ ഒന്ന് ശരിയാക്കേണ്ടതുണ്ട്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ആർ ചന്ദ്രശേഖർ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പൊമ്പിളെ ഒരുമയെ ഒതുക്കി എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണോ ഇന്നത്തെ ദിവസം ഇരിക്കുന്നത്? സമരവിജയം 500 രൂപ നേടിക്കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനിടയിൽ ട്രേഡ് യൂണിയനുകളുടെ കാലന്മാരായി ഇറങ്ങിയ പൊമ്പിളെ ഒരുമയെ അവസാനിപ്പിച്ചു എന്ന സന്തോഷത്തോടു കൂടിയാണോ താങ്കൾ ഇന്ന് ചർച്ചയ്ക്കിരിക്കുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെയൊന്നും ഞങ്ങളിതിനെ കാണുന്നതേയില്ല. ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഉണ്ടായിട്ടുള്ള ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സ്ത്രീ തൊഴിലാളികൾ ഉയർത്തിയ വൻപിച്ച പ്രക്ഷോഭം അത് ട്രേഡ് യൂണിയനുകളുടെ തന്നെ കണ്ണു തുറക്കാനും കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനുമുള്ള വഴി തുറന്നു എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ സമരത്തിലും അവരുന്നയിച്ച വിഷയങ്ങളിലും INTUC-യുടെ പൂർണ്ണമായ പിന്തുണയും ആ ഒരു ഡിമാൻഡ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുന്നത് തയ്യാറാണ്. ഗോമതിയിലേക്ക് ഞാൻ വീണ്ടും. ശ്രീമതി ഗോമതി, ഇന്ന് 97% മൂന്നാറിൽ തന്നെ 97% തൊഴിലാളികളും കൊളുന്തുന്നുള്ളാനിറങ്ങി എന്നുള്ളത് നിങ്ങൾ
വിട്ടുനിന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടായില്ല എന്നാണ് തെളിയിക്കുന്നത്. நாங்கள் இப்போ பகுதி ஆள் கொழுந்து எடுக்க தான் போனோம். நானும் வேலைக்கு தான் போயிருக்கேன். நான் என்ன சொல்கிறதுன்னு தெரியல. கொஞ்சம் பேர் வீட்டில் இருந்துட்டாங்க. எதனால் இருந்தாங்கன்னு தெரியல. ஆனால் சமரத்துக்கு போகல, ரெஸ்ட் எடுப்போன்னு சொல்லி இன்றைக்கி வீட்டில் இருந்திருக்காங்க. அவங்க நல்ல முறைக்கு ரெஸ்ட் எடுத்துட்டு நாளைக்கு போய் கொழுந்து வெட்டுவோம் அப்படின்னு சொல்லி தான் ரெஸ்ட் எடுத்திருக்காங்க. மற்றபடிக்கு அவங்க சொல்கிற மாதிரி அவங்க சமரத்தோட நாங்கள் ஒத்து போகிறதுக்கு வீட்டில் இருக்கல. நாங்கள் இந்த நாளைக்கு பாருங்கள் என்ன நடக்கும்னு நீங்கள் நாளைக்கு பாருங்கள். அதுக்கப்புறம் உங்களுக்கு தெரியும் அவங்களோட எத்தனை பேர் இருக்காங்க, எங்களோட எத்தனை பேர் இருக்காங்கன்னு உங்களுக்கு தெரியும். அவங்க நாளைக்கு பாருங்க. நீங்க முக்காவாசியால் வேலைக்கு தான் நாளைக்கு எல்லாரும் வேலைக்கு போவோம். நாங்க இன்னைக்கு இவங்க சொல்றாங்கல்ல 90% எங்க கிட்ட இருக்காங்க, 10% தான் வேலைக்கு போயிருக்குன்னு அவர் சொல்றாரு. ஆனா நாங்க வீட்டுல தான் இருந்தோம். சமரத்துக்கு வரக்கூடாதுன்ற முடிவுல தான் நாங்க வீட்டுல இருந்தோம். அப்படி வீட்டுல இருந்தவங்க நாங்க சமரத்துக்கு வந்திருக்கணும்ல. எங்களுக்கு இந்த சமரத்துல சம்மதம் இல்ல. நாங்க 29ஆம் தேதிக்கு மேல்ட்டு தான் தீர்மானம் பண்ணுவோம். இந்த 2 நாள் சமரமே அவங்களுக்கு தேவையில்லாதது. இது எதனால சமரம் பண்றாங்கன்னு எங்களுக்கு ஒண்ணுமே புரியல. எதனாலன்னு அடுத்து நீங்க கேக்குறதுக்கு நான் பதில் சொல்றேன். ஆனா இது சமரம் தேவையில்லாத சமரம் அவங்களுக்கு. ഇന്ദ്രാണി, ലിസി ഗോമതി ഇന്ദ്രാണി ഇവരാണ് ഈ സമരത്തിൻ്റെ നേതൃത്വം എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ നേതാക്കന്മാരാരാണ്, അണികൾ ആരാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് വ്യക്തതയില്ല. എന്തായാലും മാധ്യമങ്ങൾ പറഞ്ഞത് ഈ 3 പേരാണ്. ഇതിൽ ഇന്ദ്രാണി എന്ന് പോയി കൊളുന്തുനുള്ളി. ഇന്ദ്രാണി ഗോമതിയുടെ നാത്തൂനാണ്, അയൽവാസിയാണ്. இந்திராணி இப்போ இருக்குன்னா அது இந்திராணியோட இஷ்டம். நம்ம இந்திராணியை சொல்றதுக்கு ஒண்ணுமே கிடையாது. அது அவங்க இஷ்டம். அடுத்து எங்க நடவடிக்கை எப்படி நாங்க முன்னாடி போறோம்னு பாக்குறது தான் நாங்க முன்னேறணும். அவங்க போயிட்டாங்க இவங்க போயிட்டாங்கன்னு சொல்றதுக்கு இல்ல. அது இந்திராணியோட இஷ்டம். லிசி சேச்சி இன்னைக்கு கொழுந்து எடுக்க போயிருக்காங்க. நானும் இன்னைக்கு ஃபேக்டரி வேலைக்கு நான் போயிட்டேன். அப்புறம் இந்திராணி சொல்றதுக்கெல்லாம் நமக்கு எதுவும் இல்லை. அதுக்கு என்ன அபிப்பிராயமோ அதுபடி நடக்கட்டும். ஆனா இதுல தலைவி யாருமே கிடையாது. തലവി ആരുമേ കിടയാതെ. അത് നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പറയുന്നതാണ്. അതിനെയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ആ ഒരു കൂട്ടായ്മ പൊളിക്കാൻ വേണ്ടി ട്രേഡ് യൂണിയനുകൾ ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ടോ? അതിൻ്റെ ഫലമായിട്ടാണോ ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 90%-ലധികം തൊഴിലാളികൾ കൊളുന്തു നുള്ളാൻ പോകുന്നു? നിങ്ങൾ കുറച്ച് പേർ മാത്രം, ക്ഷമിക്കണം, 90%-ലധികം പേർ വീട്ടിലിരിക്കുന്നു, ബാക്കിയുള്ള കുറച്ച് പേർ മാത്രം കൊളുന്തു നുള്ളാൻ പോകുന്നു എന്നുള്ളത്? 8 மணி எல்லாருமே பெரப்ட்டு தான் இருந்தாங்க வேலைக்கு போறதுக்கு. 8 மணி கழிச்சுனாலே கம்பெனியில் வேலை தர மாட்டாங்க. அதனால ஒவ்வொரு இடத்துலையும் பெரப்ட்டு தான் இருந்தாங்க. ஆனால் போக முடியல அவங்களால. சரி நாளைக்கு பார்த்துக்கலான்ட்டு இருக்காங்க. அவங்க நினைக்கிற மாதிரி அவங்க சொல்றாங்க அவங்க சமரத்தில் பங்கெடுத்தோம் 90%. அதெல்லாம் கிடையவே கிடையாது. நீங்கள் நாளைக்கு பாருங்க நாங்கள் எத்தனை பேர் வேலைக்கு போறோம்னு பார்த்துட்டு அவங்க கூட எத்தனை பேர் ஆதரவுக்கு இருக்கோன்னு பார்க்குறேங்க. இந்த 2 நாள் சமரம் தேவையே இல்லை. என்னைய பொறுத்தளவுக்கு நான் சொல்றேன். எல்லாருமே அதைத்தான் சொல்றாங்க. இது 2 PLCக்கு அப்புறம் நம்ம தீர்மானம் பண்ணிக்கலாம். அதுக்குள்ள இவங்களுக்கு ஏன் இவங்களால எல்லாம் வெளியே வரணுமா? இவங்களால தான் ட்ரேட் யூனியன் இல்லாமல் வாழ முடியாதுன்றாங்க. நாங்கள் வாழ்ந்து காட்டுவோன்றோம். அதுக்குள்ளே இவங்க இப்படி இடைஞ்சலை கொண்டு வராங்க. നാളെ വൈകുന്നേരമല്ലേ PLC? നാളെയും സമരം തുടരും. അപ്പോൾ നാളെ ആളുകൾ തൊഴിലിന് പോകും, കൊളുന്തു നുള്ളാൻ പോകുമെന്നാണോ ഗോമതി പറയുന്നത്? கொழுந்து எடுக்க நாங்கள் கண்டிப்பான முறைக்கு போவோம். இன்னைக்கு தெரியாம தான் ஒரு சிலர் வீட்டில் இருந்துட்டாங்க. ஆனால் நாளைக்கு எல்லாருமே நாங்கள் ட்ரேட் யூனியனோட சம்மந்தம் இல்லாதவங்க கண்டிப்பான முறைக்கு கொழுந்து எடுக்கத்தான் போவோம். இதில் எந்த மாற்றமும் கிடையாது. എത്ര പേര് പോകും ഗോമതി? നമുക്കൊരു ബെറ്റ് വെക്കാം. എത്ര പേര് കൊളുന്തു നുള്ളാൻ നാളെ പോകും? ഗോമതി പറയുന്നത് ഏതാണ്ട് ഇന്ന് ബാക്കിയുള്ളവരെയൊക്കെ തന്നെയും വീട്ടിലിരുത്തി തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിലിരുത്തി എന്നൊക്കെയാണല്ലോ. എത്ര പേര് പോകും നാളെ? இன்னைக்கு நாங்கள் வீட்டில் இருந்த பெண்கள்லாம் அங்கே வர இஷ்டம் இல்லாதவங்க தான் வீட்டில் இருந்தது. வர இஷ்டம் இருந்தவங்களாம் அங்கே மூணார் வந்திருப்பாங்க. ஆனால் யாருக்குமே இஷ்டம் இல்லை. சரி இன்னைக்கு ஒரு நாள் ரெஸ்ட் எடுப்போம் அப்படின்னு தான் இருந்தாங்க. சரி சொல்லிட்டாங்க அப்படின்ட்டு இருந்திருக்காங்க. ஆனால் நாளைக்கு இந்த வீட்டில் இருந்த பெண்கள் அத்தனை பேர் நாங்கள் வேலைக்கு போவோம். மூணார் சமரத்துக்கு வந்தவங்க நாளைக்கு வருவாங்களா இருக்கும். ஆனால் வீட்டில் இருந்து நாங்கள் வெளியேறாமல் மூணாருக்கு வராமல் இருந்தோம்ல, அத்தனை பேருமே நாளைக்கு வேலைக்கு கண்டிப்பான முறைக்கு நாங்கள் போவோம். എത്ര പേരെല്ലാം சொல்ல முடியாது. ഇന്നിപ്പോ വീട്ടിലിരുത്താൻ നിങ്ങൾ നോക്കി വിജയിച്ചിട്ടുണ്ടാവും. പക്ഷെ നാളെ ഇവരെല്ലാം തന്നെ തൊഴിലിന് പോകുമെന്നാണ് ഗോമതി പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്നലെ വഞ്ചിച്ചു എന്ന് മാത്രമല്ല നാളെയും വഞ്ചിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ ഒരു സമര മുന്നണി അത് പിരിച്ചുവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, ഞങ്ങള് എങ്ങനെയാ വഞ്ചിച്ചു എന്ന് പറയുന്നത്?
ഞങ്ങൾ അവരുടെ സമരത്തെ ആരും തള്ളി പറഞ്ഞില്ല. അവരുടെ ആവശ്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളാണ് അവരും ഉന്നയിച്ചിരുന്നത്. 500 രൂപ കൂലി കിട്ടണം ഏറ്റവും ചുരുങ്ങിയത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മൂന്നാറിലെ തൊഴിലാളികളുടെ മാത്രം പണിമുടക്കായിരുന്നില്ലല്ലോ ഇന്ന്. കേരളത്തിലെ 3.5 ലക്ഷം തൊഴിലാളികൾ സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികളും ഇന്ന് പണിമുടക്കിലുണ്ടായി. ആ സമരം തുടരും. അത് ഒരു ദിവസത്തേക്കുള്ള സമരമല്ല. അതിൽ ഈ ഇന്ന് അവിടെയുള്ള മൂന്നാറിലെ തൊഴിലാളികൾ 90% അല്ല, 93% അല്ല, ഇന്ന് 96%, 96.5%, 3.5% തൊഴിലാളികൾ മാത്രമേ ഇന്ന് പണിക്ക് കയറിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തന്നെ പണിമുടക്കി. അത് സാധാരണ തൊഴിലാളി സമരങ്ങളിൽ ഇത്രയും വലിയ പണിമുടക്കം ഒത്തൊരുമ ഉണ്ടാകുന്നത് ഇതാദ്യമാണ്, വിശേഷിച്ച് തോട്ടം മേഖലയിൽ. അത് മൂന്നാറിലെ തൊഴിലാളി മാത്രമേ എല്ലാ തൊഴിലാളികളും പണിമുടക്കിയിരിക്കുന്നു. നാളെ തൊഴിലാളികൾ കയറുമെന്നാണ് ഇപ്പൊ ഗോമതി പറയുന്നത്. നമുക്കറിയില്ല ആ തൊഴിലാളികൾ നാളെ കയറുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്, അവർക്ക് 500 രൂപ കിട്ടുമെന്ന് ഉറപ്പായിട്ടാണോ? ഗോമതിയുടെ ആൾക്കാരും ഉന്നയിച്ച ആവശ്യം 500 രൂപ കിട്ടണമെന്നാണ്. ആ കൂലി കിട്ടാതെ PLC തീരുമാനം വരാതെ അവർ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണോ, എങ്ങനെയാണ് കയറുന്നതെന്നുള്ള വിവരം നമുക്കറിയില്ല. എന്തായാലും കേന്ദ്ര തൊഴിലാളി സംഘടനകൾ അവരെല്ലാവരും കൂടി യോജിച്ച് നടത്തുന്ന ഒരു സമരമാണ്. ആ സമരത്തിൽ ഉന്നയിച്ച മുന്നോട്ട് വരുന്ന മുദ്രാവാക്യങ്ങൾ അംഗീകരിച്ചാലേ പണിമുടക്കുന്ന പിൻവലിയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി തുടരുക. ശ്രീ ജോസഫ് സി മാത്യു, 96.5% ശ്രീ ആർത്തലവട്ടം ആനന്ദൻ്റെ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകളുടെ ക്ലെയിം. അത് മൂന്നാറിൽ മാത്രമാണ്, ബാക്കിയുള്ള ഇടങ്ങളിൽ പൂർണ്ണമാണ്, 100%. മൂന്നാറിൽ 96.5% എന്ന് പറയുമ്പോൾ ട്രേഡ് യൂണിയനുകൾ അതങ്ങോട്ട് പിടിച്ചെടുത്തിരിക്കുന്നു. പൊമ്പിളെ ഒരുമൈ 9 ദിവസം ഒരുപക്ഷെ മൂന്നാറിനെയും കേരളത്തെയും സ്തബ്ധമാക്കിയെങ്കിൽ, തൊഴിലാളി യൂണിയനുകൾക്ക് അതൊരു വലിയ ഭീഷണിയായി ഉയർന്നു വന്നുവെങ്കിൽ, ഇന്ന് തൊഴിലാളി യൂണിയനുകളുടെ മഹാവിജയം ആഘോഷിക്കേണ്ട ദിവസമാണ്. അവർ തിരികെ പിടിച്ചിരിക്കുന്നു തങ്ങളുടെ പ്രതാപം. നികേഷ്, ഈ പെമ്പിളെ ഒരുമ എന്ന് നമ്മൾ പറയുന്ന സംഘടനയും അതൊരു സംഘടിത രൂപമുണ്ടെങ്കിൽ, ഈ ഗോമതിയും ഒക്കെ ആ മൂന്നാറിലെ ആ ഒരു സമരത്തിൽ, ആ 9 ദിവസത്തെ സമരത്തിൽ എമർജ് ചെയ്ത് വന്നതാണ്. യഥാർത്ഥത്തിൽ അവരെ ആ സമരത്തിലേക്ക് തള്ളിവിട്ട അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്, അവരുടെ ചില കമ്പൾഷൻസ് ഉണ്ട്. അതാണ് ആ സമരം അവിടെ സൃഷ്ടിച്ചത്. ആ ജീവിത യാഥാർത്ഥ്യങ്ങൾ അതേപടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന് സമരരംഗത്തേക്ക് വരുന്നത് ആരാണോ അവരുടെ പിന്നിൽ ആ തൊഴിലാളികൾ അണിനിരക്കുക, അവരുടെ മനസ്സുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ പറയുന്നത്, ഇപ്പോൾ തൊഴിലാളികൾ കണക്കെടുക്കുന്നത് ജോലിക്ക് ഹാജരായവരെ അല്ലാത്തവരെല്ലാം സമരത്തിന് അനുകൂലമാണ് എന്നുള്ള കണക്കിലാണ്. അതേസമയം ഗോമതി ഇവിടെ കണക്ക് അവതരിപ്പിക്കുന്ന ശ്രീമതി ഗോമതി ഇവിടെ കണക്ക് അവതരിപ്പിക്കുന്നത് സമരരംഗത്ത് വന്നവരെ ഒഴിച്ച് ബാക്കി എല്ലാവരും വീട്ടിലിരുന്നേ ഉള്ളൂ, സമരത്തെ അനുകൂലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവർ രണ്ടുപേരും ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ തൊഴിലാളികളുടെ കമ്പൽഷനാണ് അവരെ അതിലേക്ക് നയിച്ചത്. അതിന് ആര് നേതൃത്വം കൊടുക്കുമോ അവരുടെ പിന്നിൽ തൊഴിലാളികൾ അണിനിരക്കും. അതിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക്, അവിടെയുള്ള നേതാക്കൾക്ക് പ്രത്യേകിച്ചും വീഴ്ച വന്നതുകൊണ്ടും അവർ വീഴ്ച വരുത്തുന്നത് മാനേജ്മെന്റുമായിട്ടുള്ള ചില കണ്ണൈവൻസിന്റെ ഭാഗമായിട്ടാണെന്ന് സംശയിക്കുന്നത് കൊണ്ടുമാണ് തൊഴിലാളികൾ അങ്ങനെ സംഘടിച്ച് അവർ തന്നെയായിട്ട് രംഗത്ത് വന്നത്. ഇപ്പോഴ് ഈ ഗവൺമെന്റ് നാളത്തെ ചർച്ചയ്ക്ക് ഇവർക്ക് 500 രൂപ കൊടുക്കും എന്നാണ് ഇവിടെ വന്ന ഈ സ്ത്രീ തൊഴിലാളികളോട് ഗവൺമെന്റ് പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. നാളത്തെ ചർച്ചയിൽ ആ തീരുമാനമായില്ലെങ്കിൽ ഇപ്പോൾ സമരത്തിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി സമരരംഗത്തേക്ക് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവരെ സമരം ചെയ്യിക്കുന്നത് ഈ നേതൃത്വമല്ല. നേതൃത്വം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ സമരം ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവരുടെ പട്ടിണിയാണ്, അവരുടെ ജീവിത യാഥാർത്ഥ്യമാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നതും. അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാതെ മറ്റ് താല്പര്യങ്ങൾ പിന്നോട്ട് വലിക്കുന്നത് ആരായാലും അവരൊറ്റപ്പെടും എന്ന് തൊഴിലാളികൾ എടുത്ത ഒരു ദൃഢനിശ്ചയമാണ്. അത് കേരള സമൂഹത്തിന്റെ മുന്നിൽ ഓൾറെഡി ഒരു വലിയ ഫലം കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ തൊഴിലാളി നേതാക്കളും ബാക്കിയുള്ളവരും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. അവരുടെ ഭാഗത്ത് ഒരു തെറ്റുപറ്റിയെന്നും അവരുടെ പ്രവർത്തനത്തിൽ തിരുത്തൽ വേണമെന്നും പൊതുവേദിയിൽ തന്നെ അംഗീകരിക്കുന്ന തരത്തിൽ ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ആ സമരത്തിന്റെ വിജയം തന്നെയാണ്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരുടെ സമരവീര്യമായിരുന്നു വേണ്ടിയിരുന്നത്, അല്ലാതെ സർക്കാരിന്റെ മുന്നിൽ കരഞ്ഞു വിലപിച്ചാൽ ലഭിക്കില്ല. കാരണം ഇവരുടെ ദൈന്യത കേരളത്തിന് നേരത്തെ അറിയാമായിരുന്നു, ഭരണകർത്താക്കൾക്ക് അറിയാമായിരുന്നു, സമൂഹത്തിന് അറിയാമായിരുന്നു. ആർ ചന്ദ്രശേഖർ, നിങ്ങൾ തൊഴിലാളികളോട് പറഞ്ഞു റെസ്റ്റ് എടുക്കൂ, വിശ്രമിക്കൂ,
വിശ്രമം ആവശ്യമാണ് തൊഴിലാളികൾക്ക്. കുറച്ച് മണിക്കൂർ ജോലി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വിശ്രമം എന്ന നിലയിൽ നിങ്ങൾ തൊഴിലാളികളെ വിശ്രമിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഏറെ ബുദ്ധിമുട്ടി. 1. 2, വലിയ തോതിലുള്ള സമ്മർദ്ദം അവരുടെ മേൽ ചുമത്തി. സ്വാഭാവികമാണ്, അവിടെ രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും വലിയ തോതിൽ സ്വാധീന ശക്തിയുള്ളവരായതിനാൽ തൊഴിലാളികളുടെ മേൽ അവരുടെ ലയങ്ങളിൽ പോയി സമ്മർദ്ദം ചെലുത്തിയാൽ അവർ വിശ്രമിക്കാൻ ശ്രമിക്കുമെങ്കിലും ചെയ്യും. അതുപോലെ ഭീഷണിയും ഉണ്ടായി എന്ന് പറയുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം നാളെ ഉണ്ടാക്കും എന്നാണ് ഗോമതി പറയുന്നത്. ഇന്നത്തെ നിലയിൽ ആർ ചന്ദ്രശേഖരൻ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വലിച്ചു നീട്ടിയൊരു ചർച്ച ചെയ്യണമെന്നില്ല. 500 രൂപ സാധ്യമല്ല എന്നുള്ളത് ഇതിനകം തന്നെ പ്ലാന്റേഷൻ ഉടമകൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിങ്ങളും സ്വകാര്യ സംഭാഷണങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. 500 രൂപ പ്ലാന്റേഷനുകളിൽ പറ്റില്ല, അത് പ്ലാന്റേഷൻ ആകെ തന്നെ തകർക്കും എന്ന്. ഇവിടെ ഒരു മാജിക് നമ്പർ കണ്ടെത്തേണ്ടതുണ്ട്. 232 നിന്ന് 500, ഇതിനിടയിൽ ഒരു തുക നിശ്ചയിക്കേണ്ടതുണ്ട്. പൂച്ചക്കാര് മണികെട്ടും. എവിടെയാണ് ഒരു കോംപ്രമൈസ് ഉണ്ടാവുക? ഒരു കോംപ്രമൈസിനും സാധ്യതയില്ല നികേഷ്, ഒരു കോംപ്രമൈസിനും സാധ്യതയില്ല. 500 രൂപ എന്ന് പറയുന്നത് ഒരു കേവലം മൂന്നാറിലെ വിഷയമല്ല. 500 രൂപയിൽ കുറഞ്ഞ ഒരു കൂലി നിശ്ചയിച്ചുകൊണ്ട് ഒരു ട്രേഡ് യൂണിയനും ഒരു നിലപാടെടുക്കാൻ പോകുന്നില്ല. മാത്രവുമല്ല, ഇവിടെ അവരെ തോൽപ്പിച്ച് ഇവരെ ജയിപ്പിച്ച് അങ്ങനെയൊന്നുള്ളൊരു പ്രശ്നമില്ല. അവരവരുടെ മുറവിളി കൂട്ടി അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായം ന്യായമാണെന്ന് ട്രേഡ് യൂണിയനുകൾക്ക് തോന്നി. അല്ലാതെ അവരെ ഭീഷണിപ്പെടുത്താനോ ലയങ്ങളിൽ ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനോ അവരെ പുറത്തു വരരുതെന്ന് അപേക്ഷിക്കാനോ ഇതിനൊന്നും ഞങ്ങൾ INTUC പോയിട്ടില്ല. മാത്രമല്ല, അവിടെ പ്രാദേശികമായി ആർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആരും അതിനെയൊന്നും സഹായിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് അവർ ആവശ്യം ഉന്നയിക്കുന്നു. ഞങ്ങൾ ഈ ആവശ്യം ശക്തമായി പറഞ്ഞുകൊണ്ട് ഇത് PLCയിൽ നാളെ INTUC നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് PLC മെമ്പർമാർക്ക് വളരെ വ്യക്തമാക്കാം. ഇതിനിടയ്ക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. PLCയിലെ INTUCയുടെ പ്രതിനിധികൾ ഇന്ന് കോട്ടയത്ത് ചേർന്ന യോഗത്തിൽ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. 500 രൂപയിൽ കുറഞ്ഞ ഒരു സെറ്റിൽമെൻറ്റിനും INTUCയുടെ PLC മെമ്പർമാർ തയ്യാറാവേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ മാറിയല്ലോ. ഞങ്ങൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. മാജിക് നമ്പർ കണ്ടുപിടിക്കേണ്ട. ഒരു കോംപ്രമൈസിന് തയ്യാറാണോ? ഒരു സമവായത്തിന് തയ്യാറാണോ? പ്ലാന്റേഷൻ ഉടമകൾ പറയുന്നത് ഈ 500 രൂപ തോട്ടം മേഖലയാകെ തന്നെ തകർക്കും എന്നാണ്. 232 നിന്ന് നിങ്ങൾ 500 എന്ന് അവകാശപ്പെടുമ്പോൾ ശരിയാണ്, ഒരു അവകാശവാദം തന്നെയാണത്. അത്രയും വേണം. കാരണം സാധാരണ പറമ്പ് കിളക്കുന്നവർക്ക് പോലും V.S. അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ 700-800 രൂപ ലഭിക്കുന്നുണ്ട്. പ്ലാന്റേഷൻ തൊഴിലാളികൾ അതിനേക്കാളും കൂടുതൽ എഫർട്ട് ഇടുന്നുണ്ട്, അതിനേക്കാളും അധ്വാന ശേഷി ഉപയോഗിക്കുന്നുണ്ട്. 500 രൂപ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ അർഹർ തന്നെയാണ്. പക്ഷേ 232 നിന്ന് 500 എന്നുള്ളത് അസംഭാവ്യമാണ് എന്ന നില വന്നാൽ അതിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറുണ്ടോ? ഇനി ഒരു 400 350 ഒക്കെ ആണെങ്കിൽ പറ്റുമോ? நாங்களாம் கூடி தீர்மானம் பண்ணியிருக்கோம் எவ்வளோ வேணும்ன்ட்டு. நாங்கள் 500 ரூபா கோரிக்கை வச்சுருக்கோம். அது எங்கள் தொழிலாளி பெண் தொழிலாளிகளும் ஆண் தொழிலாளிகளோட தீர்மானம் தான். ஏன்னா நாங்கள் 9 நாள் சமரம் இருந்திருக்கோம். அன்னைக்கு வராத ட்ரேட் யூனியனு இன்னைக்கு 3 யூனியன் ஒத்துமையாக இருக்காங்க. அவங்களுக்குள்ள என்ன ஒத்துமை இருக்குன்னு எங்களுக்கு தெரியல. ஆனால் நாங்கள் 500 ரூபா கோரிக்கை வச்சுருக்கோம். நாளைக்கு என்ன நடக்குன்னு 4 மணிக்கு சர்ச்சையில் பார்த்துக்கறலாம். 500 കിട്ടണം നിർബന്ധമാണോ? 500 കിട്ടണം എന്ന് നിർബന്ധമാണോ? 500 കിട്ടണമെന്ന് നിർബന്ധമാണോ? அது சொல்ல முடியாது, என்னால் சொல்ல முடியாது. தொழிலாளிக தான் சொல்லணும். எல்லாரும், நானும் அதில் ஒரு தொழிலாளி தானே. 10,000னா நான் 10,001 அது நம்மளால் சொல்ல முடியாது. எங்களுக்கு நல்ல தீர்மானம் வந்தால் கண்டிப்பான முறைக்கு நாங்கள் வேலை செய்வோம். இனியும் சமரம் இருக்க நாங்கள் விரும்பலை. ஏன்னா 9 நாள் நாங்கள் சமரம் இருந்திருக்கோம். இந்த மாதம் சம்பளத்தில் சாப்பாட்டுக்கு நாங்கள் என்ன செய்யணும் ஒவ்வொருத்தரும் திணறிக்கிட்டு இருக்கோம். அதனால நல்ல முடிவு கிடைக்கணும். நாங்கள் கடவுள்கிட்ட அதை தான் பிரார்த்திக்கிறோம். எங்களுக்கு நல்ல முடிவு வரணும்னு. அதெல்லாம் வெளிப்படையாக சொல்ல முடியாது. நல்ல முடிவு எங்களுக்கு கிடைக்கும். நாங்கள் கடவுள் மேலே பாரத்தை வச்சு நாங்கள் இறங்கியிருக்கோம். நாங்கள் பங்களா கட்டணும் அப்படிலாம் நாங்கள்லாம் கேட்கல. எங்கள் சாப்பாட்டு வசதிக்கும் அடிப்படை தேவைகளை மட்டும்தான் நாங்கள் கோரிக்கையாக முன் வச்சுருக்கோம். கடவுள் எங்களுக்கு ஒரு நல்ல தீர்மானத்தை காட்டுவாரு நாங்கள் പ്രാർത്ഥന பண்ணிக்கிட்டு இருக்கோம். ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ 500 രൂപ പോലും കുറയില്ല എന്ന് ഈ ചർച്ചയിൽ ആർ ചന്ദ്രശേഖരനും ശ്രീ ആനത്തലവട്ടം ആനന്ദനും പറയും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. പച്ചവെള്ളം കണ്ടാൽ അവർ ഭയക്കും. പക്ഷേ ഗോമതി കുറെ കൂടി തുറന്നു പറയും, നല്ല തീരുമാനം, നല്ല മുടിവ് കിടക്കണം എന്നൊക്കെ. അപ്പോൾ
കോംപ്രമൈസിൻ്റെ സാധ്യത അത്രത്തോളമുണ്ട്. ഇവിടെ താങ്കൾ തന്നെ നിരവധി തവണ ചൂണ്ടിക്കാണിച്ച വിഷയത്തിലേക്ക് ഞാൻ തിരികെ വരികയാണ്. മൂന്നാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ലാഭകരമായി നടത്തുന്ന പ്ലാന്റേഷനാണ്. പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ലാഭകരമായി നടത്തുന്ന പ്ലാന്റേഷനാണ്. അതല്ലാത്ത പാവം പ്ലാന്റേഷനുകളുണ്ട്. അവിടെയെല്ലാം ഒന്നിച്ചാണ് നമ്മളൊരു തുക നിശ്ചയിക്കുന്നത് എന്നുള്ളത് നാളെ വലിയ കീറാമുട്ടിയാകില്ലേ? നികേഷ്, ഇതിൻ്റെ കൂലിയും മിനിമം വേജും രണ്ടും രണ്ടാണ്. മിനിമം വേജേ കൊടുക്കൂ എന്നുള്ള പ്ലാന്റേഷനുകളുടെ എല്ലാം തീരുമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഏറ്റവും മോശപ്പെട്ട ചുറ്റുപാടുള്ള ഏത് പ്ലാന്റേഷനാണോ അതിൻ്റെ മാനദണ്ഡമേ എല്ലാ പ്ലാന്റേഷനുകളും തീരുമാനിക്കൂ എന്നാണ്. ഇവിടെ ചില കാര്യങ്ങൾ കൂടി. ഇപ്പോൾ കണ്ണൻദേവൻ കമ്പനിയിൽ ഒരുപാട് ഡിഡക്ഷൻസ് നടത്തുന്നുണ്ട്. അവരുടെ വിറകിന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. മിനിമം വേജ് ആക്ട് എടുത്ത് പരിശോധിച്ചാൽ അതെല്ലാം ഇല്ലീഗലാണ്. സർക്കാർ യഥാർത്ഥത്തിൽ മാൻഡേറ്റ് ചെയ്യേണ്ടതാണ്. അതിന് PLC കൂടുകയും സമവായ ചർച്ചയൊന്നും വേണ്ട. പ്ലാന്റേഷൻ ലേബർ ആക്ട് എന്ന് പറയുന്നത് ആക്ട് നടത്തേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതല്ലാതെ കൺസൾട്ടേഷനിൽ കൂടെ തീരുമാനിക്കാനല്ല ആക്ട്. അതിൽ സെക്ഷൻ 16 കൃത്യമായി പറയുന്നു ഇവരുടെ ഓരോ കുടുംബത്തിനും വീട് നൽകണം. അതിൻ്റെ സൈസും അതിൻ്റെ സൗകര്യങ്ങളും സർക്കാരിനെ മാൻഡേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഹാരിസൺ മലയാളം ഒരു പ്ലാന്റേഷനല്ല, ഹാരിസൺ മലയാളം അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ മിനിമം വേജിൽ കുടിശ്ശിക വരുത്തിയത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ വർഷമല്ല, എല്ലാ വർഷവും ഏതാണ്ട് ഈ കഴിഞ്ഞ സമീപ വർഷങ്ങളിലെല്ലാം ഏതാണ്ട് 3.5 കോടിക്ക് മുകളിൽ രൂപ മിനിമം വേജസിൽ കൊടുക്കാനുള്ളത് ബാക്കി വെച്ചത് അവർ തന്നെ അക്കൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതായത് അവർ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തു എന്ന് അവർ തന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കെ ഒരു സർക്കാർ മാൻഡേറ്റ് ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടെ എനിക്ക് ശ്രീമതി ഗോമതിയോടും എല്ലാം പറയാനുള്ളത്, അവരുടെ സമരവീര്യത്തിൻ്റെ മുന്നിലാണ് ഈ ട്രേഡ് യൂണിയനുകൾ തിരുത്തിയത്. ഇവിടെ കേരളം അവരോടൊപ്പം നിന്നത്. PLC അടിയന്തരമായി പഴയ പോലെ നീട്ടിവെച്ചല്ല, ദിവസങ്ങളുടെ ഗ്യാപ്പിൽ വീണ്ടും കൂടുന്നത് അവിടെ സർക്കാരിന്മേലുള്ള സമ്മർദ്ദമായിരുന്നു. അവിടെ ഇപ്പോൾ ആരെങ്കിലും ഭരണ നേതാക്കൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് PLC കൂടുന്നതിൻ്റെ അന്ന് രാവിലെ മുഖ്യമന്ത്രി എഴുതിയ ലേഖനത്തിൽ മുതലാളിമാരുടെ ആർഗ്യുമെന്റ്സ് കുത്തി നിറച്ച ഒരു ലേഖനമാണ് വന്നത്. അത്തരത്തിലൊരു ദൈന്യത പ്ലാന്റേഷൻ മേഖലയിൽ ഇല്ല നികേഷ്. ഓപ്ഷൻ വില വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. 50% ഓപ്ഷന് പോകുന്നുള്ളൂ. 1. 2, ഓപ്ഷൻ വിലയും റീറ്റെയിൽ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പരിശോധിക്കണം. 98-ൽ 75-76 രൂപ ഓപ്ഷൻ വിലയുള്ളപ്പം 95 രൂപയായിരുന്നു റീറ്റെയിൽ പ്രൈസ് എങ്കിൽ ഇന്ന് 80 രൂപ ഓപ്ഷൻ വിലയുള്ളപ്പോൾ റീറ്റെയിൽ പ്രൈസ് 170-ഉം 240-ഉം മറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ തട്ടിലുള്ള ഒരു വിഭാഗം ഇവരുടെ തന്നെ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളവർ തന്നെ ആ തുക കവർന്നെടുക്കുമ്പോൾ ഈ പ്ലാന്റേഷൻ ചെറുകിട പ്ലാന്റേഷനുകൾ എന്താ ചെയ്യേണ്ടത്? തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് ഓപ്ഷൻ പ്രൈസ് കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. മറിച്ച് ഈ മുതലാളിമാരോട് വൻകിടക്കാരോട് സമ്മർദ്ദം ചെലുത്താൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ചെയ്യുന്നത് തൊഴിലാളികളുടെ കൂലി കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നിസ്സഹായാവസ്ഥ പറയുകയല്ല ഒരു സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ ആക്ടിലുള്ളത് വെച്ചിട്ട് ആദ്യം മാൻഡേറ്റ് ചെയ്യുക. ഈ പറയുന്ന മിനിമം വേജസ് പോലും ഇപ്പോഴും ഈ തൊഴിലാളികൾ പലർക്കും കിട്ടുന്നില്ല. ഈ ഡിഡക്ഷൻസ് ഇവരുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന 456 രൂപയോ മറ്റോ ആണ് ഒരു യൂണിറ്റ് വിറകെന്ന് പറഞ്ഞ് ഡിഡക്ട് ചെയ്യുന്നത്. സർക്കാർ കൊടുത്ത സ്ഥലത്ത് അവിടെ ഉണ്ടാകുന്ന വിറകിനാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഇല്ലീഗലാണ്. മിനിമം വേജസ് ആക്ട് പ്രകാരം ഇല്ലീഗലാണ്. അവിടെ സർക്കാർ ശക്തമായി ഇടപെടേണ്ടതിന് പകരം മുതലാളിമാരുടെ ദൈന്യത, പ്ലാന്റേഷൻ മേഖലയിലെ ദൈന്യത, അതൊക്കെ പറയുന്ന ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം ശ്രീ ആർ ചന്ദ്രശേഖർ, അതല്ലേ മുഖ്യമന്ത്രിയുടെയും തൊഴിൽ മന്ത്രിയുടെയും മുഖമുദ്ര. അവർ കാണുന്നത് തൊഴിലാളികളുടെ ദൈന്യതയല്ല, പകരം പ്ലാന്റേഷൻ മേഖല തകർന്നു പോകും എന്ന നിലയിൽ പ്ലാന്റേഷൻ മുതലാളിമാരുടെ മുതലക്കണ്ണീരാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും കാണുന്നത്. അല്ല, അതൊരു മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയും ഇതിനകത്ത് എടുക്കുന്നത് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള എഫേർട്സ് എടുക്കുന്നു. അതിനകത്ത് എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് മാനേജ്മെൻറ്റുകളെയും തൊഴിലാളി സംഘടനകളെയും എല്ലാം കൂടെ നിർത്തിക്കൊണ്ട് ഇത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു മെയ്വഴക്കത്തോടെയുള്ള ഒരു ചർച്ചയും ആലോചനയും ഒക്കെയാണ്, ഇടപെടലുകളുമൊക്കെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ തൊഴിൽ മന്ത്രിയും നടത്തുന്നത്. അത് ഒരു പക്ഷേ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ, ആ തീരുമാനം എത്തുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതിനുള്ള വഴികൾ, എന്ത് വഴികളോ സ്വീകരിക്കട്ടെ, ഏത് തന്ത്രങ്ങളോ സ്വീകരിക്കട്ടെ, പക്ഷേ അവിടെ ഈ തൊഴിലാളികൾ ഉന്നയിച്ച 500 രൂപ എന്നുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ് ട്രേഡ് യൂണിയനുകളുടെ നിലപാട്. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ വ്യക്തമായി പലപ്പോഴും പറയാറുള്ളതാണ്,
അവിടെ നമുക്ക് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഈ മേഖലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, വേണമെങ്കിൽ. അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകൾ കൊടുക്കണം. മാനേജ്മെൻറ്റുകളെ കൊണ്ട് കൊടുപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം കേരളത്തിൻ്റെ ജനസമൂഹമാണ്. അവർക്ക് 500 രൂപ കൂലി എത്തിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പുരോഗതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രയോറിറ്റി നിശ്ചയിച്ച ഡിസ്ട്രിബ്യൂഷൻ വേണ്ടിവരും, അവിടെ സപ്പോർട്ട് വേണ്ടിവരും. അത് ചെയ്യാനുള്ള തീരുമാനമുണ്ടാകുമ്പോൾ ഈ വിഷയം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുക? ഇത് ഒരു തോട്ടം എന്ന് പറയുന്നത് ഒരു മുതലാളിയുടെയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന്റെയോ മാത്രം സ്വത്താണ്. അവിടെ ഗവൺമെന്റിന് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? ഗവൺമെന്റിന് എന്ത് സാമ്പത്തികമായ സഹകരണമാണ് അവിടെ നടപ്പിലാക്കാൻ കഴിയുക? അങ്ങനെ ചെയ്താൽ അത് ആ പറയുന്ന തോട്ടത്തിന്റെ ആരാണോ സ്വത്ത് കൈയാളുന്നത് ആ കൈയാളുന്നവന്റെ കയ്യിലേക്കല്ലേ പോവുക? അല്ലല്ല, ഇതിനെ അങ്ങനല്ല നമ്മൾ കാണേണ്ടത്. പരമ്പരാഗത വ്യവസായ മേഖലകൾ, പ്ലാന്റേഷൻ മേഖല, ഇത്തരത്തിലുള്ള തൊഴിൽ മേഖലകൾ ഈ കേരള സംസ്ഥാനത്തും രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നത് ആ ജനവിഭാഗങ്ങളുടെ അഭിവൃദ്ധിക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയാണ്. അവിടെ തൊഴിൽ കൊടുക്കുക, അവരെ നിലനിർത്തുക എന്ന ഒരു സമീപനം ഗവൺമെൻറ്റുകൾ കൈക്കൊള്ളാറുണ്ട്. ഇവിടെ കേരളത്തിൽ കയർ മേഖല INTUC ആണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് തന്നെ ഉയർത്തുന്നത്. 2009 ആശ്വാസ വേതന പദ്ധതി ഈ മേഖലയിലുണ്ടാകണം. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയുടെ ഭാഗം ഈ തൊഴിലാളികൾക്ക് സപ്പോർട്ടായി കൊടുക്കാൻ കഴിയണം. അങ്ങനെ കയർ മേഖലയിൽ 110 രൂപ ഒരു അറ്റൻഡൻസിന് കൊടുക്കുന്നുണ്ട്, അതുപോലെ കൈത്തറി മേഖലയിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഈ തരത്തിലുള്ള ഒരു പാക്കേജ് വേണ്ടി വന്നാൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, മാനേജ്മെൻറ്റുകളെ ഈ തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ വന്നാൽ ശാശ്വതമായി തൊഴിലാളികൾക്ക് 500 രൂപ എത്തിക്കാനുള്ള പാർട്ടിസിപ്പേഷൻ ഗവൺമെന്റ് ഞാൻ ഈ മറുപടി പറയുന്നത്. അല്ലെങ്കിലുള്ള കുഴപ്പം ഗവൺമെന്റുമായി ഡിസ്കസ് ചെയ്യുന്ന അവസരത്തിൽ ഞങ്ങളിപ്പോ PLCയിൽ എടുക്കുന്ന നിലപാട് മിനിമം വേജസ് ഏറ്റവും ചുരുങ്ങിയത് 500 രൂപ കൊടുക്കണമെന്നുള്ളതാണ്. ആ നിലപാട് CITയും അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കും. അത് ശരി, അത് നമുക്കറിയാമല്ലോ ശ്രീ ആനന്ദൻ. പക്ഷേ ശ്രീ ആർ ചന്ദ്രശേഖരൻ ഒരു ധാരണ മുന്നോട്ട് വെക്കുന്നത് ഈ മേഖലയിൽ പുതുതാണ് എങ്കിൽ തന്നെയും കയർ മേഖലയിൽ അടക്കം പരീക്ഷിച്ച സർക്കാരിൻ്റെ ഇടപെടൽ, പാർട്ടിസിപ്പേഷൻ, അതിനെക്കുറിച്ചാണ് ശ്രീ ആർ ചന്ദ്രശേഖർ പറയുന്നത്. നാളെ പ്ലാന്റേഷൻ ചിലപ്പോൾ പറഞ്ഞേക്കാമായിരുന്നു. ഇപ്പോൾ ഇതിനകം തന്നെ 232 നിന്നും 33 രൂപ കൂടെ കൂട്ടി 265 രൂപയ്ക്ക് കോംപ്രമൈസ് ചെയ്യാൻ തൊഴിലാളി സംഘടനകൾ കഴിഞ്ഞ മാസം വരെ തയ്യാറായിരുന്നു. പക്ഷേ പൊമ്പിള ഓരമേ ഇറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ 500 എന്ന മാജിക് നമ്പറിൽ പിടിച്ചു നിൽക്കുന്നത്. 500-ൽ എത്തിക്കാൻ കഴിയില്ല എന്ന് പ്ലാന്റേഷൻ ഉടമകൾ ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾക്കും ബോധ്യമുണ്ട്. അപ്പോൾ ആണ് ചന്ദ്രശേഖർ പറയുന്നത്, ഇനിയൊരു 350-ലോ 400-ലോ തന്നെ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അവിടെ വരുത്തി 500-ലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ ട്രേഡ് യൂണിയനുകൾ ശ്രമിക്കണമെന്ന്. ഞങ്ങള് പ്ലാന്റേഷനിൽ നേരത്തെ 33 രൂപ കൂടുതൽ കൊടുത്താൽ തീർക്കാവുന്ന ഒരു ധാരണയും ആരുമായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഈ 500 രൂപ കൂടുതൽ കിട്ടുന്നതിലേക്ക് വേണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയും ഇത് കൊടുക്കാനൊക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കൊടുക്കണമെന്നുള്ള 500 രൂപ കിട്ടിയ തീരുവെങ്കിൽ മുതലാളിമാർക്ക് കൊടുക്കാനൊക്കില്ല എന്ന് ഇവർ തന്നെ ബാധിച്ചെന്നിരിക്കുമ്പോൾ തൊഴിലാളിക്ക് അത് കിട്ടാൻ വേണ്ടിയുള്ള നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം. അത് ചന്ദ്രശേഖരൻ പറഞ്ഞ നിലപാടായാലും കൊള്ളാം, തോട്ടമുടമകളിൽ നിന്ന് അവരിൽ നിന്ന് കൊടുപ്പിക്കുന്ന സമ്മർദ്ദമായാലും കൊള്ളാം. PLC യോഗത്തിൽ 500 രൂപ കൂലി കിട്ടണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകണം, ഇല്ലെങ്കിൽ പണിമുടക്ക് തുടരും. ശ്രീമതി ഗോമതി, ഇപ്പോൾ ഒരു പുതിയ നിർദ്ദേശം ശ്രീ ആർ ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിരിക്കുന്നു, INTUC നേതാവ്. അതായത് ഗവൺമെൻറ് കൂടി ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം, ഗവൺമെൻറ് കൂടി ഒരു ഹെൽപ്പ് ഉണ്ടാകണം ഇതിന് എന്നാണ്. ഇപ്പോൾ പ്ലാന്റേഷൻ ഉടമകൾ പറയുകയാണ് 350 പറ്റൂ, കാരണം 232 ഇപ്പം തന്നെ ഉണ്ടല്ലോ, 350 പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് കൂടി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം നൽകുക. അത്തരം നിർദ്ദേശങ്ങൾ പൊമ്പിള ഒരുമേ ചർച്ച ചെയ്യുന്നുണ്ടോ? நாங்கள் 9 PLC வந்து முடிஞ்சிருக்கணும். எங்களுக்கு 9 மாதத்துக்கு முன்னாடியே எங்களுக்கு முடிஞ்சிருக்கணும். இவங்க முடிச்சு கொடுத்துருக்கணும். ஏன் இவங்க முன்னாடி வரல? இப்போ வந்துட்டு முடிச்சு தாரோன்றாங்க. 500 ரூபா கோரிக்கை வச்சிருக்காங்க. இவங்க முடிச்சு கொடுக்குறதா இருந்தால் 9 மாதத்துக்கு முன்னாடி எங்களுக்கு முடிச்சு கொடுத்துருக்க வேண்டியதானே. இப்போ வந்துட்டு எதுக்கு இப்படி இவங்க பண்ணுறாங்கன்னு தெரியல. PLCயில் எங்களுக்கு முடிவாகும், நல்ல முடிவு எங்களுக்கு வரும். நாங்கள் அதை நம்பிக்கிட்டு இருக்கோம். நாங்கள் ஒவ்வொரு தொழிலாளிகளும் அதை நம்பி தான் உட்காந்துட்டு இருக்கோம். நாங்கள்
இவங்க வந்து நான் பிடிச்ச முயலுக்கு 3 காலுன்ட்டு உட்காந்துக்கிட்டு இருக்காங்க. 500 ரூபா கோரிக்கை வச்சிருக்கு எங்களுக்கு மேனேஜ்மெண்ட் என்ன சொல்லுதோ நாங்க இப்ப போய் உம்மன்சாண்டி ஐயாட்ட பார்த்துட்டு வந்திருக்கோம். அவர்கிட்ட கேட்டிருக்கோம், எங்களுக்குள்ள கஷ்டங்கள்லாம் சொல்லி அழுதுருக்கோம் நாங்க. அவர் சரி பேசி தீர்மானம் பண்ணலாம்னு சொல்லியிருக்காரு. வாக்கெல்லாம் கொடுக்க கிடையாது, அவர் முடிச்சு தரேன்னு. சரி பேசலாம், உங்க கஷ்டமெல்லாம் எங்களுக்கு தெரியும் இருக்காரு. தொழில் மந்திரியை போய் பார்த்து எங்க கஷ்டங்கள்லாம் சொல்லியிருக்கோம் நாங்க. எங்க கஷ்டம் இது வரைக்கும் கவர்மெண்ட்டுக்கு தெரியாது. தெரிஞ்ச யூனியன்காரங்களே வெளியில வரல. இன்னைக்கு தான் வந்து சொல்றாங்க ஆஸ்பத்திரி வசதி இல்ல, ஸ்கூல் வசதி இல்ல, கம்பளி காசு பிடிக்கிறாங்க, வீடு வசதி இல்லைன்னு இவங்க இன்னைக்கு தான் சொல்லியிருக்காங்க. இவங்க வசதியை தான் இத்தனை காலமா இவங்க பார்த்தாங்க. இதுக்கு முதல் நீ சொல்லியிருக்கலாம், வீடு வசதி இல்ல, புருஷன் பொண்டாட்டி மகன் மருமக எல்லாம் ஒரு குடும்பத்துக்குள்ள ஒரே வீட்டுல படுத்து கிடக்காங்க, அன்னைக்கு சொல்லியிருக்கலாம். இன்னைக்கு அன்னைக்கெல்லாம் சொல்லல. இன்னைக்கு இந்த தொழிலாளி சமரத்துல இறங்கி வெற்றி கிடைச்ச உடனே நான் தான் செஞ்சு கொடுத்தேன்னு சொன்னீங்க. நாங்க தான் கலெக்டர்கிட்ட மனு கொடுத்துருக்கோம். எங்க கோரிக்கை 22-30 கோரிக்கை வச்சு நாங்க அவர்கிட்ட கொடுத்துட்டு வந்திருக்கோம். அந்த கோரிக்கையை வச்சு தான் தொழில் மந்திரி கையில இருந்து வாசித்தாரு. நாங்க அதெல்லாம் பார்த்தோம். இன்னைக்கு என்ன சொல்றாங்க, கம்பளி மூடுறதுக்குள்ள கம்பளி நாங்க ஃப்ரீயா கொடுக்க சொல்லியிருக்கோம்னு சொல்லியிருக்காங்க. ரூம் முறி 10 வருஷத்துல கட்டித்தரேன் இருக்காரு. 10 வருஷத்துல எல்லா தொழிலாளிகளுக்கும் கட்டித்தரேன் தான் அவருக்கு சொன்னாரு. உடனே கட்டித்தரேன்லாம் அவர் சொல்லல. 10 வருஷத்துல நாங்க செத்து போவோம், எங்களுக்கு சம்பளத்தை முத பேசி முடிச்சு கொடுங்கன்னு பேசினதே நாங்க தான். இவங்க வந்து அங்க சர்ச்சை கூடுறதுக்கு முதல் நாங்க தொழில் மந்திரியை போய் பார்த்துட்டோம். இன்னைக்கு நாங்க தான் முடிச்சு கொடுத்தோம். இவங்க முன்னாடி வராங்க. இவங்க முடிச்சு கொடுத்திருந்தா முன்னாடியே எங்களுக்கு முடிச்சு கொடுத்துருக்கணும். இப்ப வந்துகிட்டு எல்லாத்தையும் ஒட்டு மொத்தமா வச்சுக்கிட்டு நாங்க முடிச்சு கொடுக்கோம், நாங்க தான் முடிச்சு கொடுக்கோம், நாங்க தான் வீடு உங்களுக்கு ரெடி பண்ணிருக்கோம், சிகிச்சைக்கு ரெடி பண்ணிருக்கோம். எங்களை கோட்டையும் காணா விளக்கும் மதுரைக்கு அனுப்புனாங்க கவர்மெண்ட் ஆஸ்பத்திரிக்கு. நீங்க எங்க ட்ரீட்மெண்ட் எடுத்தீங்க? எங்களை அன்னைக்கு சொல்லியிருக்கலாம்ல, தொழிலாளிகளுக்கு நல்ல ட்ரீட்மெண்ட் இல்ல, நீங்க வேற இடத்துல பாருங்கன்னு சொல்லியிருக்கலாம்ல. இன்னைக்கு சொல்றாங்க. இதெல்லாம் எந்த விதத்துல நியாயம்? நல்லா யோசித்து பாருங்க. கவர்மெண்ட்டும் முன்னாடி வந்து எங்களுக்கு இதை நடத்தி தரணும். ഉമ്മൻചാണ്ടി தெரியல. இப்ப அவங்க வந்து முன்னாடி இத்தனை கோரிக்கை வைக்கிறாங்க. ഉമ്മൻചാണ്ടി ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി അനുഭാവപൂർവ്വം തൊഴിലാളികളോട് പെരുമാറുന്നുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? ഗോമതിയോടാണ്. ഉമ്മൻചാണ്ടി വിഷയങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ശ്രീമതി ഗോമതി? நாங்க நேரடியாவே சொல்லிட்டோம். இப்ப அவர் மனசிலாக்குന്നുണ്ട്. அவர்கிட்ட போய் நாங்க நேரடியா சொல்லியிருக்கோம் எங்க குறைகளை. அவர் மனசுல ஆக்குனாரு. நாங்க அழுததை பார்த்து அங்க உள்ள ஜனங்களே அழுதாங்க. மூணாறுல இருந்து வேலை செய்யற தொழிலாளி வர்றாங்கன்னு சொன்ன உடனே அவரை பாக்குறதுக்கு லைனா நிக்குது வண்டி. மூணாறுல இருந்து தொழிலாளி வர்றாங்க, தோட்டம் தொழிலாளி கஷ்டப்பட்டவங்க வர்றாங்கன்னு எங்களுக்கு அப்படியே இடம் ஒதுக்கி கொடுத்தாங்க. ஐயா எங்களை பாக்குறதுக்கும் தனியா ஒரு இடம் ஒதுக்கி எங்களை பார்த்தாரு. அவ்வளவு கஷ்டப்படுறோம்னு உலகத்துக்கே தெரிஞ்சு போச்சு. நாங்க அவ்வளவு ஒரு அடிமத்தனமான வாழ்க்கை வாழ்றோம்னு உலகத்துக்கு தெரிஞ்சு போச்சு. ஒரு வீட்டுக்கு வெள்ளை அடிக்க 18 ரூபா தராங்க எங்களுக்கு. அந்த 18 ரூபாய் வச்சு நாங்க என்ன செய்ய சொல்லுங்க பாப்போம். வெறும் 18 ரூபா. ஒரு பிஸ்கட் பாக்கெட் வாங்க முடியாதா? வாங்க முடியுமா? அந்த நேரத்துல நாங்க அவ்வளவு கஷ்டத்துல இருக்கோம். இவங்க இப்படி எல்லாம் இன்னைக்கு வந்துட்டு நான் தான் வெள்ளேடி காசு வாங்கி கொடுத்துருக்கேன்றாங்க. இது என்னதான் எங்களுக்கு என்னதான் ஒண்ணுமே புரியல. இவங்க எதனாலன்னு அந்த விஷயம் இல்லாம இவங்க வெளியே வரல. விஷயங்கள்லாம் இருக்கு, நிறைய விஷயங்கள் இருக்கு இவங்க வெளியில வந்ததுக்கு. இல்லாட்டி இன்னைக்கு துணிஞ்சு நீ அங்க போராடுறீங்களா எல்லாரும் சேர்ந்து? இந்த 9 நாள் சமரத்துல எங்க கூட வந்து நீங்க கலந்துருக்கலாம்ல. இன்னைக்கு நாங்க உங்களை என்ன செஞ்சிட போறோம்? உங்களை ஒண்ணுமே செய்ய மாட்டோம். நாங்க அன்னைக்கு நீங்க நாங்க 5ஆம் தேதி சமரம் தொடங்கணும், அன்னைக்கு அங்க மூணாறுல தான் இருந்தீங்க. 6ஆம் தேதி தொடங்கணும், அன்னைக்கு மூணாறுல தான் இருந்தீங்க. அன்னைக்கு வந்து நீங்க கூட்டத்தோட கலந்துருக்கலாம்ல. நாங்க எதிர்பார்த்து தான் இருந்தோம் உங்களை. நம்மளை எடுத்து நடத்த ஒரு ஆள் வரும்னு எதிர்பார்த்துருந்தோம். எங்களால முடியாது நம்மளை எடுத்து நடத்த ஒரு ஆள் வரும்னு ஆதங்கத்தோட காத்துக்கிட்டு இருந்தோம் ஒவ்வொருத்தரும். கடைசி நாங்களா ஐயோ வர்றவங்களை விரட்டி அடிக்க கூடாதுன்னு நாங்க உட்காந்துக்கிட்டு இருந்தோம். 7 நாளா எங்க போனீங்க? இன்னைக்கு முன்னாடி வந்து மைக் பிடிச்சி பேசுறீங்க ஆளாளுக்கு. எங்க போனீங்க நீங்க? எங்களுக்கு நல்ல பதில கொடுங்க. இன்னைக்கு தான் தெரியுதா உங்களுக்கு எல்லாம் எங்களோட கஷ்டமெல்லாம்? இப்பதான் தெரியுதா உங்களுக்கு? எங்க பெண்களோட சமர வெற்றி கிடைச்ச உடனே தான் எங்க கஷ்டம் வெளியில வந்திருக்கு. இன்னைக்கு நீங்க அதை ஒரு இதா புடிச்சுக்கிட்டு நிக்கிறீங்க. எதனால? நீங்க எங்களுக்கு முதல்ல முடிச்சு கொடுத்துருக்கணும். உங்க மேல உள்ள நம்பிக்கை எங்களுக்கு போச்சுங்க. உங்க மேல உள்ள நம்பிக்கை ഇവരുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ട്, ഇവരുടെ പ്രവർത്തനം
മനസ്സിലാവും. പക്ഷെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടത്തിൽ സർക്കാർ ഓഹരി പോലും ഇല്ലാതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ സർക്കാരിൻ്റെതാണ്. അതിൻ്റെ കേസ് കോടതിയിൽ നടക്കുകയാണ്. അവരുടെ ഭൂമി കേസുകളിലൂടെ ഇളവ് കൊടുക്കാൻ ഗവൺമെൻറ് ആലോചിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. അപ്പോഴാണ് ഈ തൊഴിലാളികളുടെ കൂലിയുടെ ഒരു വിഹിതവും കൂടി സർക്കാർ കൊടുക്കാം എന്ന് പറയുന്നത്. സർക്കാരിന് തിരിച്ച് ഓഹരി എടുത്തിട്ടാണോ കൊടുക്കാൻ പോകുന്നത്? ഇത് പുറകിൽ നടക്കുന്ന ചില ആലോചനകളുടെ റിഫ്ലക്ഷൻ ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെയധികം പേടിക്കേണ്ടിയിരിക്കുന്നു. ഇത് പൊതുപ്പണം എടുത്തിട്ട് ഇത് ഡൈവേർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര വ്യവസായം നടത്തും? നിങ്ങൾ എത്ര വ്യവസായങ്ങൾക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊടുക്കും? അദാനിക്ക് വയബിലിറ്റി ഗ്യാപ്പ്, ടാറ്റയ്ക്ക് വയബിലിറ്റി ഗ്യാപ്പ് ആരുടെ പണം എടുത്തിട്ടാണ്? അതോ ഇത് തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരുടെ ശമ്പള അക്കൗണ്ടിൻ്റെ ഒരു പകുതി നമ്മുടെ ബഡ്ജറ്റിലേക്ക് ചേർക്കാമെന്നാണോ വിചാരിക്കുന്നത്? ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഇതെന്ന് ഓർക്കണം നിങ്ങൾ. അല്ലെങ്കിൽ ഇത് പിന്നാമ്പുറ ചർച്ചകളാണോ ഇപ്പോ ഇവിടെ താങ്കൾ അവതരിപ്പിച്ചത്? ഞാനൊരു കാര്യം ശ്രീ ജോസഫ് സി മാത്യുവിനോട് പറയട്ടെ. അദ്ദേഹം ഏത് ലോകത്ത് ഏത് സാമ്പത്തിക ശാസ്ത്രമാണ് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഞാനിതിനെ കാണുന്നത് പിന്നാമ്പുറ ചർച്ചകളിലൊന്നും ചന്ദ്രശേഖരനുണ്ടാവില്ല. ഞങ്ങളിതിനെ കാണുന്നത് 2009 മുതൽ ഞങ്ങളിത് ആവശ്യപ്പെടുന്നത് ഇവിടെ എത്രയോ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുന്നു, അവിടെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ കിടക്കുന്നു, ബോണക്കാട് എസ്റ്റേറ്റ് പൂട്ടിക്കിടക്കുന്നു, എത്രയോ തോട്ടങ്ങൾ പീരുമേട് മേഖലയിൽ പൂട്ടിക്കിടക്കുന്നു. ആരും അവിടുത്തെ തൊഴിലാളിയെ സഹായിക്കാൻ വന്നിട്ടില്ലല്ലോ. ആ മേഖലയിലുള്ള തൊഴിലാളികൾക്കടക്കം ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമങ്ങൾ, അവരുടെ എക്കണോമി, ആ എക്കണോമിയാണ് ഞാൻ പറയുന്നത്. ആ എക്കണോമിയായി ബന്ധപ്പെട്ട് പോരായ്മകൾ വന്നപ്പോൾ ജോസഫ് സി മാത്യു പറയുന്നത് ബോണക്കാട് പോലെ പൂട്ടിക്കിടക്കുന്ന തൊഴിലാലയങ്ങൾ ഉണ്ട് എങ്കിൽ അവയ്ക്ക് ഗവൺമെന്റ് സാമ്പത്തിക സഹായം കൊടുത്ത് ആ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കണം. എന്നാൽ ടാറ്റ അടക്കമുള്ള വൻകിട കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുന്നതിനോട് യോജിപ്പില്ല എന്ന വീക്ഷണമാണ് ജോസഫ് സി മാത്യു മുന്നോട്ട് വെച്ചത്. അതല്ല അദ്ദേഹം പറഞ്ഞത് ഇവിടെ ടാക്സ് കൊടുക്കുന്ന ജനങ്ങളുടെ പൈസ എല്ലാം എടുത്ത് ഈ തൊഴിലാളിക്ക് കൊടുക്കണം, ഇതെന്തോ പിന്നാമ്പുറ ചർച്ചയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ ബാലിശമായിട്ട് അതിനെ കണ്ടത്. ഞാൻ പറയുന്നത് ഡബിൾ കോഡനായിട്ടുള്ള തൊഴിലാളികൾക്ക്, അസംഘടിത മേഖലയിലും പാവപ്പെട്ട പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്ക് ഈ ഒരു ഗവൺമെന്റ് സപ്പോർട്ട് വേണ്ടി വന്നാൽ കൊടുക്കണം. ഷിയാനത്തിലോട്ട് ആനന്ദൻ, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഇത് ഏത് പക്ഷത്താണ് കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ഏത് പക്ഷത്താണ് താങ്കൾ? ഷിയാനത്തിലോട്ടമാണ്. അല്ല, ഞാൻ തൊഴിലാളിക്ക് 500 രൂപ കൂലി കൊടുക്കണം. അത് ആരെങ്കിലും മുതലാളിമാർ നഷ്ടത്തിന്റെ കണക്ക് അവര് ആദ്യകാലം തൊട്ട് പറഞ്ഞു നടക്കുന്നവരാണ്. ആ നഷ്ടത്തിന് വേണ്ടി സർക്കാർ സബ്സിഡി കൊടുക്കണമെന്ന് പറയാൻ ഞാനില്ല. ശരി, പക്ഷെ അങ്ങനെ ഒരു വീക്ഷണം അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു പ്രകടിപ്പിക്കുന്ന സംശയം ഇനി ഇങ്ങനെയാണോ ഈ ചർച്ച നടക്കുന്നത് എന്നാണ്. സ്വാഭാവികമാണല്ലോ, ഇപ്പോൾ പിന്നാമ്പുറങ്ങളിൽ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടാവും. നാളെ വൈകുന്നേരം ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് ചർച്ച തുടങ്ങുന്നത്. 10 മണിയോ 12 മണിയോ ചർച്ച ചെയ്താൽ പോലും തീരാത്ത വിഷയമാണ്. കാരണം 232 നിന്ന് 500 ആക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻസെൻറ്റീവ്, മുതലാളിമാർക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, അതൊക്കെയാണല്ലോ പുതിയ വാക്കുകൾ ഇപ്പോൾ. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, അല്ല, നമ്മുടെ രാജ്യത്തെ മുതലാളിമാർ അതിവേഗത്തിൽ, റോക്കറ്റ് വേഗത്തിലാണ് സമ്പത്ത് വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സമ്പത്ത് വാരി കൂട്ടുന്നതിന് ഒരു ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഈ തൊഴിലാളികൾക്ക് കൂലി കിട്ടുന്നതിനൊക്കെ സൗകര്യമുണ്ടാകും. ഇത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള കൂലിയാണ്. ഇപ്പൊ നാഷണൽ ലേബർ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നതാണെങ്കിൽ 20,000 രൂപ പ്രതിമാസം ശമ്പളം കൊടുക്കണമെന്നാണ്. ഞങ്ങൾ 15,000 ആവശ്യപ്പെടുന്നുള്ളു. ആ 15,000 രൂപ കൂലിയാണെന്ന് ഗവൺമെന്റ് അഭിപ്രായം ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ദയവായി തുടരുക. ശ്രീ ആർ ചന്ദ്രശേഖർ, ഇവിടെ വലിയൊരു തട്ടിപ്പിനാണ് നിങ്ങളൊക്കെ ഭാഗമാകുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ നമുക്കൊക്കെ ലജ്ജ തോന്നണമെന്ന് തോന്നുന്നു. ഏറ്റവും കുറഞ്ഞത് ഇവിടെ കണ്ണൻ ദേവൻ കമ്പനി തന്നെ ഏറ്റവും കുറഞ്ഞ തുക ലാഭം നിശ്ചയിച്ചിരിക്കുന്നത് 5 കോടി രൂപയാണ്. അത് വേണമെങ്കിൽ നഷ്ടത്തിലേക്ക് വരെ പോകാം. കാരണം അവർ കൊളുന്ത് ടാറ്റ എന്ന മാർക്കറ്റിംഗ് കമ്പനിക്ക് നൽകുന്നത് കുറഞ്ഞ തുകയ്ക്കാണ്. അതൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഈ തൊഴിലാളികൾ തന്നെ നൽകുന്ന കണക്കനുസരിച്ച് ടാറ്റ എന്ന മാർക്കറ്റിംഗ് കമ്പനിക്ക് 200-300 കോടിയുടെ ലാഭം.
ഈ പറയുന്ന കൊളുന്തുന്നുള്ളതെന്ന് കണ്ണൻ ദേവന് 5 കോടിയുടെ മാത്രം ലാഭം എന്ന് വരികിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവിടെ നിരക്ഷരരായ കൊളുന്തുന്നുള്ളുന്ന സാധാരണ തേയില തൊഴിലാളികൾക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇവന് നാം നമ്മുടെ ട്രഷറിയിൽ നിന്ന് പണമെടുത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണോ നികേഷ് ഇതിനെ മനസ്സിലാക്കിയത്? അങ്ങനെയാണോ? ഞാൻ ഈ ചർച്ചയിൽ ഇത് ഉന്നയിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഞാൻ മൂന്നാറിലെ ഈ തൊഴിലാളികളുടെ മാത്രം വിഷയം വെച്ചുകൊണ്ടല്ല, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്ലാന്റേഷനുകളിൽ അടഞ്ഞുകിടക്കുന്നതും തുറന്നിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നഷ്ടമുണ്ടാകുന്നതും ലാഭമുണ്ടാക്കുന്നതും എല്ലാ കമ്പനികളുടെയും തൊഴിലാളികൾക്ക് ഒരേ കൂലി ഏറ്റവും കുറഞ്ഞത് 500 രൂപ കൊടുക്കണമെന്നുള്ള ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ പങ്ക് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക്. എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്തിൻ്റെ അർത്ഥം? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വിവക്ഷിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ആ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് സമഗ്ര പുരോഗതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡ്യൂ ഷെയർ വേണ്ടി വരുന്നിടത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം കൂടി ഗവൺമെൻറ്റുകൾ ആലോചിക്കേണ്ടതായ സാഹചര്യം. എന്തിനാ കയറൽ കൊടുത്തേ? ഏത് മുതലാളിയെ സഹായിക്കാൻ വേണ്ടിയാ? എന്തുകൊണ്ടാണ് ടെക്സ്റ്റൈൽസിൽ കൊടുക്കുന്നത്? ഏത് മുതലാളിയെ സഹായിക്കാൻ വേണ്ടിയാ? അപ്പം ഇത് പ്രായോഗികമായ ഒരു നിർദ്ദേശം വെച്ചാൽ അതിനെ വളച്ചൊടിച്ച് പിന്നാമ്പുറങ്ങളിലാണ് ടാറ്റയ്ക്ക് വേണ്ടി പറഞ്ഞ് മുതലാളി, അങ്ങനെയൊന്നും പറയരുത്. ഞാനിത് പറയുന്നത് ഒരു ജനറൽ പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞ ശരിയാ. ILCയുടെ തീരുമാനം 46ാമത് ILCയുടെ പൊതു തീരുമാനം എന്താ? 20,000 രൂപയിലധികം കൂലി കൊടുക്കണം ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് കൊടുക്കണം. ഇവിടെ 15,000 ചോദിക്കുന്നു. ആ 15,000 കുറവ് വന്നാൽ എന്ത് ചെയ്യും? വൈകുന്നേരം തുടങ്ങുന്ന ചർച്ച അർദ്ധരാത്രിയിൽ അവസാനിക്കുമായിരിക്കും. പക്ഷേ അത് നമുക്ക് അങ്ങനെ അനിശ്ചിതമായി വിടാൻ കഴിയില്ലല്ലോ. പൊമ്പിള ഒരുമ പോലും കഴിഞ്ഞ ദിവസം സമരം പ്രഖ്യാപിക്കാത്തതിൽ ഒരുപക്ഷെ കുണ്ഠിതപ്പെടുന്നുണ്ടാവും. നാളെ കഴിഞ്ഞാൽ വലിയ പ്രക്ഷോഭം അവർ അഴിച്ചുവിടും. അപ്പോൾ കേരളം ആ നിലയിലുള്ള ഒരു പ്രക്ഷോഭം താങ്ങേണ്ടതില്ല. കാരണം അവരുടെ ആവശ്യം ന്യായമാണ്, അത് കൊടുക്കേണ്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അനാവശ്യമായ ഒരു പ്രക്ഷോഭം നാം വിളിച്ചു ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് നാളെ തന്നെ. നികേഷ്, അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. അവർ വളരെ ശക്തമായി അവരുടെ ആവശ്യം കേരള സമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് കേരള സമൂഹത്തിൻ്റെ ആവശ്യമാണത് നേടിയെടുത്തു കൊടുക്കുക, അത് ന്യായമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതിന് ഗവൺമെൻറ്റിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്യേണ്ടത്. പ്ലാന്റേഷൻ ലേബർ ആക്ട് ഗവൺമെൻറ്റാണ് മാൻഡേറ്റ് ചെയ്യേണ്ടത്, അവരാണ് ഇടപെടേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നേരത്തെ ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ പൂട്ടിക്കിടക്കുന്ന തൊഴിലാളികളുടെ ലയങ്ങൾ നന്നാക്കി കൊടുക്കാൻ പൊതുപ്പണം ഇതിനു മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് കൂലി കൊടുക്കുന്നു, അവരുടെ ജീവിതം നിലനിർത്തുകയും അവർക്ക് പുതിയ തൊഴിലിടങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മളുടെ കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഈ വൻകിട തോട്ടങ്ങൾ, ഞാൻ നേരത്തെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. നമ്മൾ ഇവിടെ 15 ഏക്കറിൽ കൂടുതൽ ഇവിടെ ലാൻഡ് സീലിംഗ് ഉള്ള സ്ഥലത്ത് ഇവർക്ക് എന്തിനാണ് ഭൂപരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ എക്സംഷൻ കൊടുത്തത്? ഈ ഭൂമി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാനല്ലേ. ഇപ്പോൾ ഈ കമ്പനികൾ പറയുന്നു 120 രൂപ പ്രൊഡക്റ്റീവ് കോസ്റ്റ് ഉള്ളിടത്ത് ഞങ്ങൾക്ക് 80 രൂപയെ കിട്ടുന്നുള്ളൂ, പ്രൊഡക്ഷൻ ഇല്ല, തൊഴിലാളികൾക്കും ഇല്ല. പിന്നെ എന്ത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പേരിലാണ് ഈ ഭൂമി ഇപ്പോഴും ഇവരുടെ കൈവശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അവർ പ്രൊഡക്റ്റീവ് അല്ലെന്നാണല്ലോ അവർ തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് ഇവരുടെ കൂലി സർക്കാർ ചെലവിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഗ്യാപ്പ് ഫണ്ടിങ് നടത്തുക എന്ന് തന്നെയാണ്. ശരി, ക്ഷണിക്കുന്നു. ശ്രീമതി ഗോമതി, നാളെ ഇനി അഥവാ ഈ പ്രശ്നം തീർന്നില്ല എങ്കിൽ നിങ്ങൾ സമരമാർഗത്തിലേക്ക് ഇറങ്ങുമോ? நாளைக்கு முடியும்னு நாங்கள் நம்புகிறோம். அந்த பிரச்சனை கண்டிப்பாக முடியும்னு நம்புகிறோம். முடியாட்டி நாங்கள் தொழிலாளிகள்லாம் கூடி நாங்கள் தீர்மானம் எடுப்போம். உறுதியாக சொல்ல முடியாது. என்னால் நாங்கள் ஒவ்வொரு டிவிஷனில் இருக்கோம். ஒரு இடத்துல கூடி இருந்தால் டக்குன்னு சொல்லிடலாம் பதில். ஒவ்வொரு இடத்துல இருக்கோம். நாங்கள் கலந்துட்டு தான் நாங்கள் அடுத்து முடிவு எடுப்போம். கண்டிப்பாக முடிவு எடுப்போம், எடுக்காமலாம் இருக்க மாட்டோம். முடியாட்டி அதுக்கடுத்து கண்டிப்பான முறைக்கு நாங்கள் முடிவு എടുப்போം. നാളെ സമരം തീർന്നില്ലെങ്കിൽ ഇക്കാര്യത്തിൽ തൊഴിലാളികളുമായി സംസാരിച്ച് തീരുമാനമെടുക്കും എന്നാണ് ശ്രീമതി ഗോമതി പറയുന്നത്. വളരെ നന്ദി ശ്രീമതി ഗോമതി. ജോസഫ് സി മാത്യു, ഒപ്പം തന്നെ ആർ ചന്ദ്രശേഖർ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എഡിറ്റേഴ്സ് അവർ ഇടപെട്ടതിന് നന്ദി.